ഒരു സ്തുതിപാഠകൻ പണിക്കർ. പണിക്കർ അന്നത്തെ അന്നത്തിന് അന്യന്റെ ഭാണ്ഡങ്ങൾ എങ്ങനെ തന്ത്രത്തിൽ ഒപ്പിച്ചെടുക്കാം എന്ന് ആറ്റുനോട്ടിരിക്കുന്ന ഒരാളാണ്. ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് അന്നത്തെ അന്നത്തിന് വേണ്ടി പായുന്ന ഒരു തനി നാട്ടുപുറത്തുകാരൻ. ഓരോ വീട്ടിലും എത്തി അവിടെയുള്ളവരെ സന്തോഷിപ്പിച്ച് അന്നത്തെ വെറ്റില മുറുക്കും ഭക്ഷണവും തരപ്പെടുത്തും. ഇന്ന് അദ്ദേഹം അവതരിച്ചിരിക്കുന്നത് ബവർവില്ലയിലാണ്. ലക്ഷ്മിയമ്മയുടെ അടുത്തിരുന്നു കൊണ്ട് അദ്ദേഹം വെറ്റില മുറുക്കാൻ തുടങ്ങുകയാണ്. കേട്ട പണിക്കർ, അങ്ങനെ ഞാൻ അതങ്ങ് വിറ്റു. ലക്ഷ്മിയമ്മ സംഭാഷണം തുടങ്ങുകയാണ്. അത് നന്നായി പോയി അമ്മച്ചി. ഇന്നത്തെ കാലത്ത് പൈസ കയ്യിൽ വെച്ചോണ്ടിരിക്കരുത്, അത് എവിടെയെങ്കിലും നിക്ഷേപിക്കണം. പണിക്കരെ, എന്നെയാണോ താൻ പഠിപ്പിക്കുന്നത്? അത് ഞാൻ വിതുരയിൽ ഒരു എസ്റ്റേറ്റ് വാങ്ങാൻ തീരുമാനിച്ചു. അതെ അമ്മച്ചി, അങ്ങനെ തന്നെ വേണം, പൈസ കയ്യിൽ വെച്ചോണ്ടിരിക്കരുത്. പക്ഷേ അമ്മച്ചിയുടെ മോഹത്തിന് എന്തൊരു ഒരു വാട്ടമുണ്ട്. അതെന്തൊരമ്മച്ചി? എനിക്കോ വാട്ടം? എനിക്ക് വാട്ടമൊന്നുമില്ല. ഞാൻ പഴയതിനേക്കാളും ശക്തയാണ്. എനിക്ക് ഇവിടെ ധാരാളം സ്തുതിപാഠകന്മാർ വരാറുണ്ട്. ഞാൻ അതൊന്നും ചെവിക്കൊള്ളാറില്ലടോ. അതെനിക്കറിയാം അമ്മച്ചി. അമ്മച്ചി ആരാ? ബാക്കി വന്നത് അദ്ദേഹം പറഞ്ഞില്ല. പക്ഷേ ലക്ഷ്മി അമ്മയ്ക്ക് ഹൃദയവേദന ധാരാളമുണ്ട്. അതവർ പുറത്ത് കാണിക്കാറില്ല. അവർ ആ നാട്ടിൽ വിവാഹിതയായി ആ ഒരു കാലം അവർക്ക്